ശിവകാർത്തികേയൻ നായകനായി വന്ന പുതിയ ചിത്രമാണ് മദ്രാസി. ആര് മുരുകദോസ് ആണ് സംവിധാനം. മലയാളത്തിന്റെ ബിജു മേനോനും കേന്ദ്ര കഥാപാത്രമാകുന്നു. ബിജു മേനോന്റെ കരിയറിലെ 9ാമത്തെ തമിഴ് ചിത്രമാണിത്. മദ്രാസി റിലീസിന് ഇന്ത്യയിൽ 13.1 കോടി രൂപയാണ് നെറ്റ് കളക്ഷൻ നേടിയത്. സമീപകാലത്ത് തകർപ്പൻ വിജയങ്ങള് നേടിയ താരമാണ് ശിവകാർത്തികേയൻ. മാത്രമല്ല വിജയ സിനിമയില് നിന്ന് വിട്ടുനിൽക്കുന്നതായി പ്രഖ്യാപിച്ചതിനാല് തമിഴകത്തെ അടുത്ത സൂപ്പർ താരമായി വിലയിരുത്തപ്പെടുന്ന നടനുമാണ് ശിവകാർത്തികേയൻ. ആ പ്രതീക്ഷക്കൊത്ത് കളക്ഷൻ ഉയർന്നില്ലെങ്കിലും മികച്ച പ്രതികരണമാണ് മദ്രാസിക്ക് ലഭിക്കുന്നത് എന്നാണ് തിയേറ്റര് പ്രതികരണങ്ങള്. ശ്രീലക്ഷ്മി മൂവീസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ശിവകാർത്തികേയൻ, രുക്മിണി വസന്ത്, വിദ്യുത് ജമാൽ, ബിജു മേനോൻ, ഷബീർ കല്ലറക്കൽ, വിക്രാന്ത് എന്നിവരാണ് പ്രധാന റോളുകളിൽ എത്തുന്നത്. മദ്രാസിയുടെ സംഗീത സംവിധാനം അനിരുദ്ധ് രവിചന്ദർ, സിനിമാറ്റോഗ്രാഫി സുദീപ് ഇളമൺ, എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ്, കലാസംവിധാനം അരുൺ വെഞ്ഞാറമൂട്, ആക്ഷൻ കൊറിയോഗ്രാഫി കെവിൻ മാസ്റ്റർ ആൻഡ് മാസ്റ്റർ ദിലീപ് സുബ്ബരായൻ, PRO ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് പ്രതീഷ് ശേഖർ എന്നിവരാണ്. തമിഴകത്തിന്റെ ശിവകാർത്തികേയൻ നായകനായി ഇതിനുമുമ്പ് വന്നത് അമരനാണ്. അമരൻ 2024 സർപ്രൈസ് ഹിറ്റ് ചിത്രമായി മാറിയിരുന്നു. ശിവകാർത്തികേയന്റെ അമരൻ ആഗോളതലത്തില് 334 കോടിയോളം നേടിയിരുന്നു. മേജര് മുകുന്ദ് വരദരാജന്റെ ജീവിതം പറഞ്ഞതായിരുന്നു ശിവകാർത്തികേയന്റെ അമരൻ. മേജര് മുകുന്ദ് വരദരാജനായിട്ടാണ് ശിവകാർത്തികേയൻ ചിത്രത്തില് എത്തിയത്.